ഈ കഥകളൊക്കെ അപർണ തമ്പിയോട് പറഞ്ഞു കഴിയുമ്പോൾ തമ്പി പറയും, ഇതൊന്നും അബി അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല, ഇതൊക്കെ ചെയ്തത് ചിലപ്പോൾ ഉണ്ണിത്താനായിരിക്കും എന്ന് പറയും. അപർണ പറയും, അയാളെ വിളിച്ചിട്ട് പൈസ തരാമെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക പറയും. തമ്പി പറയും, ചാനൽ പ്രൊഡ്യൂസർ സജിൻ രാഘവൻ സാറിനൊന്ന് കണ്ടു നോക്കട്ടെ, പുള്ളിക്ക് ഓൺലൈൻ ചാനലായിട്ട് നല്ല ബന്ധമാണെന്ന് പറയും. ഇതിനൊക്കെ തമ്പി എണ്ണി എണ്ണി അവനോട് അവളോട് കണക്ക് ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് തമ്പി അവിടെ നിന്ന് പോവാണ്. അപർണയുടെ അമ്മ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അപർണ പറയും, അവിടെ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല, മടുപ്പായി, ഒരു ചതിയന്മാരുടെ കൂടാരമാണത്, ഞാൻ അവിടെ നിന്ന് പോരാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് ഈ കേസ് വന്നത്, അവരുടെ നീക്കങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കണമല്ലോ എന്ന് പറയും. ജാനകിയും അബിയും അമലും നിരഞ്ജനയൊക്കെ രാധാമണിയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് അപർണ കയറി വന്ന് അവരോട് ചൂടാവുകയാണ്. അപർണ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. അമൽ പറയും, നീ കിടന്നിങ്ങനെ തുള്ളാതെ ഉള്ള കാര്യം പറയാമെന്ന് പറയും. അപർണ പറയും, കള്ളസാക്ഷികൾക്ക് ട്രെയിനിങ് കൊടുക്കൽ മാത്രമല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അതിനേക്കാളും മോശമായിട്ടുള്ള നാലാംകിട പരിപാടി ഇപ്പോൾ കാണിച്ചതെന്ന് പറയും. ഒരു ക്യാമറയും തൂക്കി ഒരു ഓൺലൈൻ ചാനലുകാർ വീട്ടിൽ വന്നിട്ട് കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അബി പറയും, ഞങ്ങളൊരു ഓൺലൈൻ ചാനലുകാരെ പറഞ്ഞു വിട്ടിട്ടില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളുടെ കേസ് ജെന്യുവൻ ആണെന്ന് പറയും. അപർണയുടെ വാദമൊക്കെ കേട്ട് കഴിയുമ്പോൾ അമൽ പറയും, അങ്ങനെ ഇപ്പോൾ പടനിലത്ത് തമ്പി വൈറൽ തമ്പിയായി എന്ന് പറയും. ഇത് കേട്ടിട്ട് അപർണ പറയും, നിർത്തടാ കോമാളി എന്ന് പറയും. അജയ് പറയും, ഇത് വളരെ മോശമായിപ്പോയി എന്ന് പറയും. എന്നിട്ട് ജാനകിയോട് നോക്കി, ഇതാരാ പറഞ്ഞത്, സക്കീർ ഭായി ആണോ അതോ ഉണ്ണിത്താൻ വക്കീലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി പറയും, വെറുതെ അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുത് പറയും, ഞങ്ങളിങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ജാനകി പറയും. അപർണ വന്നിട്ട് ജാനകിയോട് പറയും, എന്ത് ചെയ്തിട്ടോ ഈ വാർത്ത തടയണം, ഇല്ലെങ്കിൽ നിന്നെ പറ്റിയും കഥകളുണ്ടാവും, നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കഥയൊക്കെ പുറത്തു വരും എന്ന് പറയും. ഇതും പറഞ്ഞ അപർണ അജയ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ അജയനോട് അമല് പറയും, ചെല്ല്, കാശ് തരുന്നവർ വിളിച്ചായിട്ടില്ലേ, ഓരോ വക്കീലന്മാരുടെ ഒരു ഗതികേടെ, കാശ് തരുന്നവരെ കഴിഞ്ഞൊടിച്ച പിറകെ ചെല്ലണം. ഇതിന് മറുപടിയൊന്നും പറയാതെ അജയ് അങ്ങോട്ട് പോകും. ജാനകി നിരഞ്ജനോട് ചോദിക്കുകയാണ്, ആരായിരിക്കും ഇത് പുറത്തു വിട്ടതെന്നൊക്കെ. അപ്പം നിരഞ്ജന പറയും, മിക്കവാറും സക്കീർ ഭായി ആയിരിക്കും, ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറയും. അമല അബിയോട് പറയും, ഏട്ടൻ അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ടെന്ന് പറയും. ജാനകി അബിയോട് അന്വേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ അബി പറയും, ഞാനത് അന്വേഷിക്കാനൊന്നും പോയില്ല. ജാനകി പറയും, അപർണ അജയൊക്കെ നമ്മളെ പറയുന്നത് കേട്ടില്ലേ പറയും. അപ്പോൾ അബി പറയും, ആരോപണം ഉന്നയിക്കുന്നവർ അത് തെളിയിച്ച് കാണിക്കണം എന്ന് പറയും. നമ്മളല്ലാതെ തെളിയിക്കാൻ പോകേണ്ടത്, ആരോപണം ഉന്നയിച്ചവരാ. ഈ കേസ് കോടതിയിൽ പെറ്റീഷൻ പോയതുകൊണ്ട് ഒരുവിധ വക്കീലന്മാർക്കൊക്കെ ഇതറിയാം. പിന്നെ അജയ് നിരഞ്ജനെ എതിർകക്ഷി ആയതുകൊണ്ട് അവിടെയൊക്കെ ചർച്ച നടന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയും. ജാനകിക്കാണെങ്കിൽ പേടി ജാനകി ഇതിൽ ഇൻവോൾവായ കാര്യം പുറത്താവുമെന്നാണ്. അബി പറയും, എന്തായാലും അത് പുറത്തു വരും, മിക്കവാറും ഓൺലൈൻ ചാനലുകാരൊക്കെ നിൻ്റെ ഫോട്ടോ വരെ കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകി ചെറിയൊരു പേടി വന്നു. അബി പറയും, രഹസ്യമായിട്ടൊന്നും കേസ് നടത്താൻ പറ്റില്ലല്ലോ. ഒരു മുന വെച്ച രീതിയിൽ അബി ജാനകിയോട് പറയും, ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ രഹസ്യങ്ങൾ ചില്ലിട്ട രൂപത്തിൽ മനസ്സിൽ വെച്ചാലും ഒരു നാളത് പുറത്തു വരും എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ജാനകിയുടെ മുഖമൊന്നും മാറും. പുറത്തു വരട്ടെ എല്ലാ സത്യങ്ങളെന്ന് പറഞ്ഞിട്ട് അബി കിടക്കാൻ പോവാണ്. ജാനകി അപ്പോൾ നകുലനെ കണ്ട കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. അപർണ അമലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപർണ പറയും, എന്തായാലും അബി പൈസ കൊടുത്തിട്ടാണ് അയാളെ പറഞ്ഞു വിട്ടതെന്നൊക്കെ പറയും. അമല് ചോദിക്കും, നിൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നല്ലോ, നിനക്ക് അവർക്ക് കാശ് കൊടുത്തിട്ട് ആ പ്രശ്നം അപ്പം തന്നെ സോൾവ് ആക്കായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അപർണ പറയും, അവളെ അനാഥാന്ന് വിളിച്ചെൻ്റെ പകയാണ് അവൾ ഇത് തീർക്കുന്നതൊക്കെ എന്ന് പറയും. അമല് പറയും, ഒന്നുമില്ലാതെ ആരും കോടതി വരെ ഒന്നും പോണില്ല, നിൻ്റെ അച്ഛന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിനക്കെങ്ങനെ കഴിയുമെന്ന് ചോദിക്കും. അപർണ പറയും, എനിക്കറിയാം എൻ്റെ അച്ഛൻ ആരാന്ന്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ അച്ഛനെ സംരക്ഷിക്കും. അമൽ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കാതെ അമലങ്ങ് പോകും. രാത്രി ഒറ്റയ്ക്ക് നിൽക്കുന്ന അബിയുടെ അടുത്തേക്ക് ജാനകി വന്ന് ചോദിക്കും, അബിയേട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഉറക്കം പോയി എന്ന് അബി പറയുമ്പോൾ ജാനകി ചോദിക്കും, അപർണയുടെ സംസാരമാണോ അബിയേട്ടൻ്റെ ഉറക്കം കളഞ്ഞതെന്ന്? അബി പറയും, അപർണയുടെ സംസാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും. അബി ഇങ്ങനെ മനസ്സ് പറയും, അവൾക്കെന്തേ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. എന്നിട്ട് അബി ചോദിക്കും, നിനക്കെന്താ ഉറക്കം വരാത്തത്? ജാനകി പറയും, എനിക്കും ഉറക്കം വരുന്നില്ല എന്ന് പറയും. അബി നകുലൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയും. ജാനകി ഇങ്ങനെ മനസ്സിൽ കരുതും, നകുലൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അബിയേട്ട ഇപ്പം അത് ചോദിക്കുന്നു. അബി ചോദിക്കും, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ജാനകി അപ്പോഴിങ്ങനെ മനസ്സ് പറയും, അബിയേട്ട എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊക്കെ പറയണം, ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാ ഞാൻ ഈ അടഞ്ഞാദ്യമായി ഇനി പറയുന്നതെന്ന് ചോദിക്കും. അബിയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ പറയാം, ജാനകി എന്നോട് പറയുമെന്ന് നോക്കട്ടെ, എന്തായാലും ഞാനായിട്ട് അവളോട് ചോദിക്കില്ല എന്ന്. ജാനകി ഒന്നും പറയില്ലെന്ന് മനസ്സിലാകുമ്പോൾ അബി പറയും, നീ ചെല്ല്, പൊന്നു ഉണർന്ന ആരെയും കാണാതെ പേടിച്ച് കരയും. ജാനകി പോയി കഴിഞ്ഞ് അബി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുകയാണ്.